എല്ലാം സമ്മതിച്ചു. നിങ്ങൾക്കിപ്പോൾ എന്താണ് വേണ്ടത്? ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭർത്താക്കന്മാരെ തീർച്ചു മേടിക്കണം. ഇതൊരു കോംപ്ലിക്കേറ്റഡ് കേസാണ്. നിങ്ങളുടെ ഭർത്താക്കന്മാർ എന്തുകൊണ്ട് നിങ്ങളിൽ നിന്ന് അകന്നു എന്നതാണ് ആദ്യം മനസ്സിലാക്കേണ്ട വിഷയം. അയ്യോ, അതിന് നമ്മൾ അവരെ വളരെ നന്നായി നോക്കാറുണ്ടല്ലോ. സമയാസമയങ്ങളിൽ കാപ്പിയും പലഹാരങ്ങളും ചോറും എല്ലാം കൊടുക്കാറുണ്ട്. പളം പുളിങ്ങിയതും എല്ലാം കൊടുക്കും. നിങ്ങൾ നോക്കുന്നില്ല എന്നതല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. എല്ലാ ഭർത്താക്കന്മാർക്കും സ്വന്തം ഭാര്യമാരെ കുറിച്ച് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. ആ സങ്കല്പങ്ങൾക്കനുസരിച്ച് ഭാര്യമാർ വരുന്നില്ലെങ്കിൽ ഭർത്താക്കന്മാർ മറ്റു വഴികൾ തേടി പോവും. ഇറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ. അപ്പൊ ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? നിങ്ങൾ ആദ്യം നന്നാവണം. ഈ ചാണകം, അച്ചാർ, പപ്പടം ബിസിനസ് ഇന്നത്തോടെ കൂട്ടിക്കെട്ടണം. നിങ്ങളുടെ ഭർത്താക്കന്മാർ ആവശ്യത്തിന് പണം ഉണ്ടാക്കുന്നുണ്ടല്ലോ. അയ്യോ, ഞാൻ ഇന്ന് പപ്പടത്തിന് കുറച്ച് മാവ് കുഴച്ചല്ലോ, അതും കൂടി പരത്തിക്കോട്ടെ. അതും പരത്തിക്കൊണ്ടിരുന്ന നിങ്ങളുടെ ജീവിതം തന്നെ പരന്നിരിക്കും. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളുടെ സൗന്ദര്യം വീണ്ടെടുക്കുക. ഒപ്പം സ്നേഹം കൊണ്ട് നിങ്ങളുടെ ഭർത്താക്കന്മാരെ വീർപ്പ് മുട്ടിക്കുക. വരുന്നുണ്ട്, പാട്ട് വെച്ചോളൂ. പാല്. എന്തൊരു ചന്തം! അവള് കോലം കെട്ടുന്നത് കണ്ട് നീയും തുള്ള. നാണമില്ല നിനക്ക്? കാക്ക കുളിച്ച കൊക്കാവോ? വേണ്ട വേണ്ട, ഞാൻ ഒരുപാട് നാളായി നമ്മളുടെ കുത്തുവാക്കുകൾ സഹിക്കുന്നു. എന്തിനും ഒരു പരിധി ഉണ്ട് കേട്ടോ. പരിധി ലംഘിച്ചാ നീ എന്ത് ചെയ്യൂടി? വിഴുങ്ങു. നമ്മളൊക്കെ അവള് കൈവശം തന്നിരിക്കുക. ആ തേവിടിച്ചി എടി, മര്യാദയ്ക്ക് സംസാരിക്കണം. ഞാൻ ഇനി പറയും. നീ പറയൂ. ആ പറയും. തേവിടിച്ചി തേവിടിച്ചി തേവിടിച്ചി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പരീക്ഷണം പരാജയപ്പെട്ടു. ഇനി മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കണം. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കുന്ന രീതി. മാർഗം അല്പം ബുദ്ധിമുട്ടുള്ളതാണ്. നോ പ്രോബ്ലം. ലെറ്റ്സ് സീ. എന്ത് ബുദ്ധിമുട്ടും ഞങ്ങൾ സഹിക്കാൻ തയ്യാറാണ് ഡോക്ടർ. എങ്കിൽ നിങ്ങളും പ്രേമിക്കണം. പ്രേമിക്കാണോ? നമ്മളോ? അതെ, പക്ഷെ യഥാർത്ഥ പ്രേമമല്ല, വെറും അഭിനയം മാത്രം. ഓൺലി ആക്ടിങ്. കുഴപ്പമാകുമോ ഡോക്ടർ? നെവർ, ഒരിക്കലുമില്ല. നിങ്ങൾക്കറിയാമോ, ലോകത്തൊരു ഭർത്താവും തന്റെ ഭാര്യയെ മറ്റൊരു പുരുഷൻ സ്നേഹിക്കുന്നത് സഹിക്കില്ല.
അങ്ങനെ വരുമ്പോൾ അവർ കൂടുതൽ പൊസസീവ് ആവും. നിങ്ങളുടെ കേസിൽ സ്വീകരിക്കാവുന്ന ഏറ്റവും നല്ല മാർഗം ഇതാണ്. 2 ചെറുപ്പക്കാരെ കണ്ടെത്തണമെന്ന് മാത്രം. എന്റെ ഉടുപ്പി കൃഷ്ണ, എനക്കൊരു പേടി. ഞാനല്ലേ പറയുന്നത്, ധൈര്യമായിരിക്കൂ. ഇവൾക്ക് വേണമെങ്കിൽ ഒരു ചെറുപ്പക്കാരനെ കിട്ടുമായിരിക്കും. പക്ഷെ ഞാൻ വിചാരിച്ച കിട്ടുമോ ഡോക്ടർ? സംഘടിപ്പിക്കണം. ഞാനൊരു കാര്യം പറഞ്ഞാൽ ഡോക്ടർക്ക് വിഷമം തോന്നുമോ? എന്ത് വിഷമം? ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ആ, ഞങ്ങളുടെ എല്ലാ വിവരവും അറിയാവുന്ന ആളാണല്ലോ ഡോക്ടർ. Yes. അതുകൊണ്ട് ഡോക്ടർക്ക് എന്നെ പ്രേമിച്ചുകൂടെ? ഒരു ഡോക്ടറും സ്വയം ശസ്ത്രക്രിയ ചെയ്യാറില്ല. ഡോക്ടർ എന്നെ കൈവിടരുത്. ഡോക്ടറാണ് എന്റെ അവസാനത്തെ ആശ്രയം. എനിക്ക് പ്രേമിച്ച് തീരെ പരിചയമില്ല. ആ അതൊക്കെ ചേച്ചി പഠിപ്പിച്ച് തന്നോളൂ. അവൾക്കറിയും. ആ, ഒരു കുടുംബം രക്ഷപ്പെടുന്ന കാര്യമായതുകൊണ്ട് ശ്രമിക്കാം.